എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ലീയും റെയ്ക്കയും ആവട്ടെ പൊരിഞ്ഞ അടി വഴക്ക് ബഹളം. ലീ പറയും, എന്റെ മാസ്റ്റർ അത് മൈഗയാണ്, ആൾക്കറിയാത്ത യാതൊരു ടെക്നിക്കും ഇല്ല. മാത്രമല്ല, ഞാൻ ലീഫ് വില്ലേജിലെ ഒരു ധീരനായ നിഞ്ചയാണ്. എന്റെ പവർ എന്താണെന്ന് അളക്കാൻ പോലും നിന്നെ കൊണ്ട് സാധിക്കില്ല. അത് കേട്ട് ചിരിച്ച് ഇപ്പൊ റെയ്ക്ക് പറയും, നീ വല്ലവരുടെയും പവർ കണ്ട് വെറുതെ അഹങ്കരിക്കണ്ട. നിന്റെ ഫ്യൂണറൽ ചടങ്ങിന് തീർച്ചയായും ഞാൻ ആ വിഡ്ഢിയായ മാസ്റ്ററെ കൂടെ വിളിക്കുന്നു പറഞ്ഞ് അവന്റെ മിന്നൽ പവർ അങ്ങനെ കയ്യിൽ കൊണ്ടുവരും. ലൈറ്റ്നിങ് മോൺസ്റ്റർ ആയി മാറി ആ പവർ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ ലീയെ അടിച്ചു തെറിപ്പിക്കും. ലീയെ ഷോക്ക് അടിപ്പിച്ച് അവന്റെ അസ്ഥികൂടം പോലും പുറത്തു വരുന്ന രൂപത്തിലാക്കും. ഇവിടെ മറ്റൊരിടത്ത് ടെൻറ്റണും കരാഷിയും അമ്മയാവട്ടെ ഇപ്പൊ ഒരുപാട് ഫുഡുകളുമായിട്ട് നമ്മുടെ ആൾക്കാരെ ലക്ഷ്യമാക്കി ഇപ്പൊ ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. ടെൻറ്റൻ ഓടി വരുമ്പോ കാണുക പാറക്കടയിൽ കുടുങ്ങിക്കിടക്കുന്ന നമ്മുടെ പാവൻ ലീയയാണ്. നിനക്കെന്താ പറ്റിയേ? ആരാ നിന്നെ പാറക്കടയിൽ ഇടിച്ചു കയറ്റിയേ എന്നൊക്കെ ടെൻറ്റൻ ചോദിച്ച് അമ്മയുടെ കയ്യിൽ നിന്ന് ഫുഡ് വാങ്ങി ഇപ്പൊ അവന് കൊടുക്കാൻ ആരംഭിക്കും. അടുത്തൊരു പ്ലേറ്റ് എടുത്ത് ടെൻറ്റൻ കുട്ടപ്പന്റെ അടുത്തേക്ക് പോകുമ്പോ അമ്മയാവട്ടെ കരാഷിയുടെ തലയ്ക്ക് വീണ്ടും ഒരു ഇടി വെച്ചു കൊടുക്കും. എന്നിട്ടൊരു പ്ലേറ്റ് കൊടുത്ത് എത്രയും പെട്ടെന്ന് ഈ ഫുഡ് നെജിക്ക് കൊടുക്കാൻ പറയും. നമ്മുടെ കുഞ്ഞിപ്പയ്യൻ അവൻ ലീയുടെ വായും മൂക്കും വലിച്ചു പിടിക്കുമ്പോ അമ്മച്ചി അവന്റെ വായിലേക്ക് ഇപ്പൊ ഒരുപാട് ഫുഡ് തട്ടി അങ്ങോട്ട് കൊടുക്കും. ആദ്യം അവന് വലിയ അനക്കമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഭക്ഷണം കിട്ടിക്കഴിയുമ്പോ നമ്മുടെ ആള് അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ബാക്കി ഫുഡ് കൂടെ ഇപ്പൊ മ്ലാക്ക് അടിച്ചങ്ങോട്ട് തീർക്കും. ടെൻറ്റൻ കുട്ടപ്പന്റെ വാ തുറന്ന് ആ ഫുഡ് ഒഴിച്ചു കൊടുക്കുമ്പോ അതിന്റെ എരിവ് സഹിക്കാൻ വയ്യാതെ ഇപ്പൊ നമ്മുടെ കുട്ടപ്പനാവട്ടെ ചാടി അങ്ങോട്ട് എഴുന്നേക്കും. കുട്ടപ്പൻ ടെൻറ്റനെ കണ്ട് ഞെട്ടിയിട്ട്, നിനക്ക് എന്തെങ്കിലും പറ്റിയോ? നീ മിന്നലേറ്റ് മലയുടെ മുകളിൽ നിന്ന് താഴെ പോയെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അതിന് ടെൻറ്റൻ ടെൻഷനായിട്ട്, നിനക്ക് ഇത്രയൊക്കെ ആയിട്ടും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇത് വെറും ഒരു ട്രാപ്പാണ്, എനിക്കൊന്നും പറ്റിയിട്ടില്ല. കരാഷി അങ്ങനെ ഓടി ഇപ്പൊ നെജിക്കും ആവശ്യത്തിന് ഫുഡ് കൊടുക്കും. പക്ഷെ ലീക്കുട്ടൻ തിരിഞ്ഞിട്ട് ഇപ്പൊ കറങ്ങി വളഞ്ഞു കുത്തി താഴെ വീഴാൻ തുടങ്ങും. ഇവനെന്താ വട്ടായോ എന്ന് നമ്മുടെ ചിന്നപ്പയ്യൻ ചോദിക്കുമ്പോ അമ്മ പറയും, അത് മറ്റൊന്നുമല്ല, ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് കരാഷിയുടെ കൈ തട്ടി ലിക്കർ ബോട്ടില് അങ്ങനെ ഭക്ഷണത്തിൽ കലർന്നു. പിന്നെ വേറെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ആ ഫുഡൊക്കെ എടുത്തോണ്ട് വന്നു. അത് കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഓക്കെ ആവുമെന്ന് പറയുമ്പോ ഇവിടെ ലീക്കാവട്ടെ അവൻ വെള്ളം അടിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ അത് വളരെ ശോകമാണ്. ലീ ആവട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇളിച്ചൊക്കെ കാണിച്ച് ഒരു പൊട്ടനെ പോലെ അവിടെ മാറിക്കിടക്കും. അപ്പൊ റെയ്ക്ക അങ്ങോട്ട് വരുന്നുണ്ട്. അത് കണ്ട് അമ്മ പേടിച്ചു വരയ്ക്കുമ്പോ നമ്മുടെ കുഞ്ഞിപ്പയ്യനാവട്ടെ, പേടിക്കണ്ട, ഇത് ഞാൻ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞ് ഇപ്പൊ റെയ്ക്കയുടെ മുൻപിലേക്ക് പോവും. റെയ്ക്ക ഒരു മിനിറ്റ് ഞെട്ടിയിട്ട്, ഐ എം സോറി, നീ മരിച്ചില്ലേ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇതെന്ത് അത്ഭുതം എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവിടെ ടെൻറ്റൻ ആവട്ടെ നടന്ന എല്ലാ കാര്യങ്ങളും ഇപ്പൊ കുട്ടപ്പന് പറഞ്ഞു കൊടുക്കും. ആ ചിന്ന പയ്യനാണ് അവന്റെ കംപ്ലീറ്റ് പവറും കൊടുത്ത് റെയ്ക്കയെ തിരികെ കൊണ്ടുവന്നത്. മരണത്തോട് മല്ലടിച്ച ആ ചിന്ന പയ്യന് ഫുഡൊക്കെ കൊടുത്ത് ഇപ്പൊ ഓക്കെ ആക്കിയത് അത് ഞങ്ങളാണ്. റൺമർ പയ്യനെ വീണ്ടും കണ്ട സന്തോഷത്തില് ഇപ്പൊ റെയ്ക്കാവട്ടെ നമുക്ക് ഇനിയും ഹാപ്പി ആയിട്ട് ജീവിക്കാന്ന് പറഞ്ഞ് അവനെ തൂക്കിയെടുക്കാൻ പോവും. നമുക്ക് പഴയതുപോലെ എല്ലാവരെയും കൊന്ന് സുഖമായിട്ട് ജീവിക്കാന്ന് പറയുമ്പോ റൺമറും ആവട്ടെ, ഇത്തവണ അതിന് ഞാൻ നിന്നെ സഹായിക്കാന്ന് പറഞ്ഞ് അവന്റെ തോളത്ത് കയറി റൊട്ടേറ്റ് ചെയ്ത് ആ ഒരു വലിയ പാറയുടെ മുകളിലേക്ക് അവർ ഓടിക്കയറും. അത് കണ്ട് കുട്ടപ്പൻ ഷോക്കാവുമ്പോ ടെൻറ്റൻ പറയും, റെയ്ക്ക അവൻ ഇനിയും ഒരുപാട് ദുഷ്ടത്തരങ്ങൾ ചെയ്യും, അത് തടയാൻ വേണ്ടി ഇപ്പൊ ചിന്നപ്പയ്യൻ അവനെയും കൂട്ടി ഇപ്പൊ ബോധപൂർവമാണ് ആ മലയുടെ മുകളിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് രണ്ടുപേരും താഴേക്ക് ചാടി മരിക്കാനാണ് ഇപ്പൊ കുഞ്ഞിപ്പയ്യന്റെ പ്ലാനിങ്. അത് കണ്ട് കുട്ടപ്പൻ ഒരിക്കലും അതിനെ അനുവദിച്ചുകൂടാ, എത്രയും പെട്ടെന്ന് അവരെ പിടിക്കണമെന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് ഇപ്പൊ ഓടാൻ തുടങ്ങും. ഇവിടെ റെയ്ക്ക മലയുടെ തൊട്ടടുത്തെത്തുമ്പോ നമ്മുടെ ലീ ആവട്ടെ അവൻ ആടി വരും. നോ, നീ അങ്ങനെ വെറുതെ ഹായ് ആയിട്ട് പോവാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ലീ ആവട്ടെ 4 കാലിൽ ഡാൻസ് ഒക്കെ കളിച്ച് ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. ഇതെന്താടപ്പനെ, ഇത്ര നേരവും അടികിട്ടി കിടന്നവൻ പെട്ടെന്ന് ഇതെങ്ങനെ എണീറ്റ് വന്നു പറഞ്ഞ് വണ്ടടിച്ച് നിൽക്കുകയാണ് നമ്മുടെ ബ്രഹ്മാണ്ഡ വില്ലൻ. ലീ കറങ്ങി തിരിഞ്ഞു വരുമ്പോ വില്ലനാവട്ടെ അവന്റെ മിന്നൽ പവർ ഉപയോഗിച്ചുകൊണ്ട് ലീനെ അങ്ങനെ തന്നെ അടിച്ചങ്ങോട്ട് തെറിപ്പിക്കും. പക്ഷെ ലീ ആവട്ടെ അവന്റെ കാല് വെച്ച് മടക്കി അങ്ങോട്ട് തൊഴിക്കുമ്പോ റെയ്ക്കയുടെ തോളത്തിരുന്ന ആ ചിന്ന പയ്യൻ അങ്ങനെ തന്നെ മലയ്ക്ക് താഴേക്ക് പോവും. അത് കണ്ട കുട്ടപ്പൻ ചാടി വീണ് നമ്മുടെ കുഞ്ഞിപ്പയ്യനെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുത്തും. പക്ഷെ റെയ്ക്ക കരുതും ആ ചിന്ന പയ്യൻ അവൻ താഴെ വീണ് മരിച്ചെന്ന്. ആ കലിയില് ഇപ്പൊ അവന്റെ ബോഡി മുഴുവൻ തന്നെ അവൻ മിന്നലിന്റെ പവർ കൊണ്ടുവരും. അതിന് ലീ, എടമണ്ട, നീ വെറുതെ മിന്നലുകൊണ്ട് കളിക്കാതെ ഇപ്പൊ ഇടിക്കാൻ വാന്നും പറഞ്ഞ് ലീ ആടി തൂങ്ങിപ്പോയി വീണ്ടും അവന്റെ കൈ ചുരുട്ടി ഇപ്പൊ റെയ്ക്കയ്ക്ക് ഒരൊറ്റ ഇടി വെച്ചു കൊടുക്കും. ആ ഒരു ഇടിയില് റെയ്ക്ക കറങ്ങി അടിച്ച് തെറിച്ചു പോയി അങ്ങോട്ട് വീഴും.
ഇപ്പൊ വില്ലൻ തിരിഞ്ഞിട്ട് നമ്മുടെ ലീയെ നോക്കുമ്പോ അവനാവട്ടെ ഇപ്പൊ ഫ്യൂസ് പോയി കിടന്ന് കൂർക്കം വലിച്ച് ഉറങ്ങുകയാണ്. ഇതാണ് കറക്റ്റ് ടൈം എന്ന് പറഞ്ഞ് വില്ലനാവട്ടെ അവനെ അടിക്കാൻ വേണ്ടി തൊട്ടടുത്തെത്തുമ്പോ ഇപ്പൊ ചിന്ന പയ്യൻ അവൻ ലീയുടെ മുൻപിൽ കയറി നിന്ന് ഇവനെ ഇപ്പൊ കൊല്ലരുത്, നമുക്കാദ്യം എത്രയും പെട്ടെന്ന് കുറച്ച് ഫുഡ് കഴിക്കാം, എന്നിട്ട് ഇവരുടെ കാര്യത്തില് ഒരു തീരുമാനം ഉണ്ടാക്കാമെന്ന് അവനിപ്പോ റേക്കയോട് പറയും. ശരിക്കും നമ്മൾ ഇത്രയും നാളും ചെയ്തത് അത് വലിയ തെറ്റാണ്. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് അതൊട്ടും ശരിയല്ല. ഇപ്പോഴെങ്കിലും നീ അത് മനസ്സിലാക്കണമെന്ന് പറയുമ്പോ റേക്കയ്ക്ക് ടെൻഷനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല. ഇത്രയും നാള് നമ്മൾ ഒരേ മനസ്സും ഒരേ ശരീരവുമായിട്ടാണ് ജീവിച്ചത്. എന്നെ ഒരു കാര്യത്തിലും ആരും തടയുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പൊ ചിന്നപ്പയ്യൻ വീണ്ടും പറയും, ഇങ്ങനെ നീ മുമ്പോട്ട് പോവുകയാണെങ്കിൽ എനിക്കൊരിക്കലും നിന്നെ സപ്പോർട്ട് ചെയ്യാനാവില്ല. അത് കേട്ട് കലി കയറിയ വില്ലനാവട്ടെ നിന്റെ സപ്പോർട്ട് എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവനെ കൊല്ലാനായിട്ട് ഇപ്പൊ പവർ മുഴുവൻ പുറത്തെടുക്കും. പക്ഷെ കുട്ടപ്പൻ അതിന് സമ്മതിക്കില്ല. വില്ലൻ ചാടി വരാൻ നേരത്ത് കുട്ടപ്പനാവട്ടെ അവന്റെ എല്ലാ ക്ലൗൺസിനെയും ഇപ്പൊ അവിടേക്ക് നേരത്തെ അങ്ങോട്ട് നിർത്തും. കട്ട് ചെയ്താ ഇവിടെ മുത്തശ്ശിയും ടെൻറ്റനും ആവട്ടെ എങ്ങനെയെങ്കിലും ഇപ്പൊ നെജിയെ ഉണർത്താനായിട്ട് ശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അവന് വീണ്ടും വീണ്ടും ഒരുപാട് ഫുഡ് കൊടുക്കുമെങ്കിലും അവൻ ഒരു അനക്കവും ഇല്ലാതെ അങ്ങനെ തന്നെ കിടക്കും. ഇവിടെ കുട്ടപ്പൻ പറയും, അവനാണ് അവന്റെ പവർ മുഴുവൻ തന്ന് നിനക്ക് ജീവൻ തന്നെ തിരികെ തന്നത്, നിനക്ക് കുറച്ചെങ്കിലും സ്നേഹം അവനോട് കാണിച്ചുകൂടെ ചോദിക്കുമ്പോ റേക്ക പറയും, ഇത്ര നാളും ഞങ്ങൾ രണ്ടുപേരും ഒന്നായിരുന്നു. പക്ഷെ ഇപ്പോ അവൻ എനിക്ക് തന്ന വാക്ക് തെറ്റിച്ച് എന്നെ തന്നെ തടയാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും അവനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് കുഞ്ഞിപ്പയ്യനെ കൊല്ലാനായിട്ട് ഇപ്പൊ പാഞ്ഞടുക്കും. ഇത് കണ്ട് കുട്ടപ്പനാവട്ടെ ഇപ്പൊ ചിന്നപ്പയ്യനോട് നിലവിളിച്ച് പറയും, ഇത്രയും കാലവും നീ കൂടെ നിന്നത് ഇത്രയും വലിയ ഒരു ദുഷ്ടന്റെ കൂടെയാണ്. അവന് നിന്നെ കൊല്ലാൻ പോലും യാതൊരു മടിയില്ല. ഒരുത്തന്റെ കൂടെ ഇരുന്ന് കരയുന്നതിനേക്കാൾ നല്ലത് ഒരുപാട് പേരുടെ കൂടെ ഇരുന്ന് ചിരിക്കുന്നതാണ്. ഇപ്പൊ നീ ഒരു ഫ്രീ ബേർഡാണ്. ആരുടെയും സഹായം ഇപ്പൊ നിനക്ക് ആവശ്യമില്ല. എന്തു വേണമെന്ന് നിനക്ക് തന്നെ തീരുമാനിക്കാം. ഇവന്റെ കൂടെ പോയി എല്ലാവരെയും നശിപ്പിക്കണോ അല്ലെങ്കിൽ എല്ലാവർക്കും നന്മ ചെയ്യണോ? നിന്നെ സംരക്ഷിക്കാൻ ഞാൻ ഇപ്പോഴും റെഡിയാണെന്ന് കുട്ടപ്പൻ പറയുമ്പോ അവിടെ വില്ലനാവട്ടെ, നീ എന്തൊക്കെ പറഞ്ഞിട്ടും യാതൊരു കാര്യമില്ല, അവൻ ഒരിക്കലും എനിക്ക് ദ്രോഹം ചെയ്യില്ല എന്ന് ഇപ്പൊ വിളിച്ചു പറയും. ഞാൻ 7 നിഞ്ച സ്ക്വാഡിലെ ഒരു പ്രധാന മെമ്പറാണ്, എന്നെ തോൽപ്പിക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല എന്ന് പറയുമ്പോ ഇവിടെ കുട്ടപ്പനാവട്ടെ, അങ്ങനെയാണെങ്കിൽ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ കിസ്മയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എനിക്ക് പറഞ്ഞതാ. അത് കേട്ട് വില്ലൻ പല്ല് കടിച്ച് എനിക്ക് കിസ്മയെ അവന് നന്നായിട്ടറിയാം, പക്ഷെ ആരെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസും നിനക്ക് ഞാൻ പറഞ്ഞു തരില്ല. നീ പറഞ്ഞ കിസ്മയെ എനിക്ക് തീരെ ഇഷ്ടമല്ല. ആ 7 നിഞ്ച സ്ക്വാഡിലെ ഒരാളെ പോലും ഞാൻ സ്നേഹിച്ചിട്ടില്ല. എനിക്ക് എല്ലാവരോടും വെറുപ്പാണ്. എല്ലാവരെയും തല്ലിക്കൊല്ലാനുള്ള കലിപ്പ് ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ആകെ ഞാൻ എൻ്റെ സ്വന്തമായിട്ട് കരുതിയത് ആ ഒരു കൺമുറു പയ്യനെ മാത്രമാണ്. പക്ഷെ അവനും ഇപ്പോൾ മറ്റൊരുപാട് കൂട്ടുകൾ കിട്ടിയിരിക്കുന്നു. ഇനി എൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് റേക്ക ആവട്ടെ അവൻ്റെ സർവത്ര പവറും എടുത്ത് അവിടെ വലിയൊരു മിന്നൽ തന്നെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നിനക്ക് ഞാനാണ് ഈ ലോകം തന്നെ കാണിച്ചു തന്നത്, ആ എന്നെ തന്നെ നീ ഇപ്പൊ ശത്രുവായിട്ട് കാണുന്നു, വിടില്ല എന്നും പറഞ്ഞ് അലറി അവൻ ആ മിന്നൽ താഴെ അടുപ്പിക്കുമ്പോ ഇപ്പൊ കുട്ടപ്പന്റെ ക്ലൗൺസ് അതെല്ലാം തന്നെ കത്തിക്കരിഞ്ഞ് അവിടെ ഇല്ലാതായി പോവും. പക്ഷെ മിന്നലിന്റെ പവർ മാറുമ്പോ നമ്മുടെ കുട്ടപ്പന്റെ 4 ക്ലൗൺസ് 4 മൂലയ്ക്കുന്ന് ഓടി വന്ന് ഇപ്പൊ വില്ലനെ ആഞ്ഞടിക്കാനായിട്ട് തുടങ്ങും. അവര് റേക്കയെ പിന്നെയും പിടിച്ചു വലിച്ച് അവന്റെ 4 വശത്തു നിന്നും പൊതിരെ തല്ലി അവന്റെ വയറിടിച്ച് കലക്കി തലയ്ക്ക് അടി കൊടുത്ത് അങ്ങനെ തന്നെ താഴെയിടും. വില്ലന്റെ ബാലൻസ് പോയി അവൻ പാറേന്റെ മേലേന്ന് താഴേക്ക് പോകുമ്പോ എന്നെ കൊല്ലാൻ മറ്റാരെയും ഞാൻ അനുവദിക്കില്ല, ഞാൻ തന്നെ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് അവൻ വലിയൊരു ഇടിമിന്നൽ വരുത്തി അവന്റെ ബോഡിയിൽ അടുപ്പിച്ച് അവിടെ തന്നെ മരിച്ചു പോകും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ അമ്മയുടെ കടയിൽ നമ്മുടെ റൺമറു ചിന്നപ്പയ്യനാവട്ടെ വലിയ കെട്ടൊക്കെ കെട്ടി ഇപ്പൊ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് തീരെ ഇഷ്ടപ്പെടാതിരുന്ന കരാശി ആവട്ടെ, നീ എന്തൊക്കെ ഉണ്ടാക്കിയാലും ഒരിക്കലും എൻ്റെ അത്രയും നന്നാവില്ല, ഇതൊന്നും വായിൽ വെക്കാൻ പോലും കൊള്ളില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ അമ്മയാവട്ടെ അവിടേക്ക് വന്ന് കരാശിയുടെ തലയ്ക്ക് വീണ്ടും ഒരു കിണ്ണ് കൊടുക്കും. നീ ഇന്നു മുതൽ മര്യാദയ്ക്ക് കുക്കിംഗ് പഠിക്കാൻ പറഞ്ഞ് അവിടുന്ന് കടന്നു പോകും. അപ്പൊ നമ്മുടെ കുട്ടപ്പനും ടീംസും അവിടേക്ക് വന്ന് അമ്മച്ചിയോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഞങ്ങളിപ്പോ തിരികെ ഗ്രാമത്തിലേക്ക് പോവാണ്, ഈ ഒരു ചിന്നപ്പയ്യനെ അവനെ നിങ്ങളെ ഏൽപ്പിക്കുകയാണെന്ന് ഇപ്പൊ നമ്മുടെ ആൾക്കാർ പറയും. അതിനമ്മച്ചി തീർച്ചയായിട്ടും ഞാൻ അവനെ വലിയൊരു കുക്കാക്കി മാറ്റും, ചെയ്ത എല്ലാ സഹായത്തിനും ഒരുപാട് നന്ദി, നിങ്ങൾക്ക് പോകുന്ന വഴി കഴിക്കാൻ ഒരുപാട് നല്ല ഫുഡ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവിടെ ടേബിളിലായിട്ട് മുളക് പൊടി മാത്രം ഇട്ടുണ്ടാക്കിയ ഒരു പ്രത്യേക ഡിഷ് നമ്മുടെ ആൾക്കാർ കാണും. ഓ ഫാക്ക്, രക്ഷപ്പെട്ടോ എന്നും പറഞ്ഞ് കുട്ടപ്പന് ഇപ്പൊ അലറിക്കരയും. പക്ഷെ നമ്മുടെ ലീക്ക്
ആ ഫുഡ് കണ്ട് ആക്രാന്തമൂത്ത് അത് തിന്നാൻ പോകുമ്പോൾ കുട്ടപ്പനാവട്ടെ അവനെ തൂക്കിയെടുത്ത് ഇപ്പൊ പുറത്തേക്ക് ഓടുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.